Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒട്ടും ഫ്ലോപ്പ് ആവാത്ത പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ അപ്പം ഉണ്ടാക്കാന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള പച്ചരി 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ കഴുകി എടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതിനെ അരച്ചെടുക്കുന്നുള്ളത്. ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയും 1 കപ്പ് ചോറും ഡ്രൈ ഈസ്റ്റിലെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയും അരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര. പിന്നെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയും ചോറൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ മാവ് നല്ലോണം ചൂടായിട്ടൊന്നും വരൂല അരച്ചെടുക്കുന്ന ടൈമിൽ. അതൊരു ടിപ്പാണ് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ കട്ടിക്ക് തന്നെ അരച്ചെടുക്കാം. ഇത് രാവിലെ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് തിക്കായിട്ട് ഈ ദോശയുടെ ബാറ്റർ അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് 5 മണിക്കൂറോ ഓവർനൈറ്റോ നമ്മൾക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്ററായി കിട്ടുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വരെ നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ദോശയുടെ തവി അടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ദോശ ചുട്ടെടുക്കുന്നുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ വെള്ളപ്പത്തിൻ്റെ പാലപ്പത്തിൻ്റെ ചട്ടിയിൽ അതിലിട്ടിട്ട് വേണമെങ്കിലും ഒഴിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ടും വേണമെങ്കിൽ നമ്മൾക്ക് ഇതിനെ ചുട്ടെടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയാണ് സാധാരണ ദോശ ചുടാറുള്ളത്. നമ്മൾ പാലപ്പം എന്നോ വെള്ളപ്പം എന്നോ ദോശ എന്നോ എന്ത് വേണമെങ്കിലും വിൽക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ എന്നും ഇതുണ്ടാക്കാൻ തോന്നും. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമ്മൾക്ക് ഇത് മസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാവ് അരച്ച് വെക്കുമ്പോൾ ഒട്ടും ഫ്ലോപ്പ് ആവുന്ന ആരും പേടിക്കേണ്ടെന്ന ആവശ്യമില്ല. നല്ല സോഫ്റ്റ് പൂ പോലത്തെ കൊലുസിട്ട പാലപ്പം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അപ്പമാണ് കേട്ടോ ഇത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഇത് ചെയ്തെടുക്കാം. ഒട്ടും ഫ്ലോപ്പ് ആവില്ല. ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഇതേ റേഷ്യോയിൽ ചെയ്താൽ മതി. ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി പാലപ്പം നമ്മൾക്ക് ഇവിടെ കിട്ടും. ദോശച്ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ മാവ് ഒഴിച്ചെടുത്തിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ നമ്മൾക്ക് ഇവിടെ റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നോക്ക്. ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, നിങ്ങൾക്കറിയായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞു തരാമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ബീഫ് കറിയുടെ കൂടെ ആണെങ്കിലും ചിക്കൻ കറിയുടെ കൂടെ ആണെങ്കിലും വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ അപ്പം. എല്ലാ നേരം ഒരുപോലെ കഴിക്കാൻ പറ്റും. ഇത് കറിയൊന്നും കൂടാതെ വെറുതെയും കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതാ ഇതിൻ്റെ അകത്തൊക്കെ കണ്ടില്ലേ, നല്ല ഹോൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.